വീണ്ടും ശരണവഴികളായി പരമ്പരാഗത കാനനപാത. മണ്ഡലകാല തീർത്ഥാടനത്തിനായി കാനനപാത അഴുതയിൽ സജീവമായി. അഗാധമായ ഭക്തിയാൽ ഇന്നും ഭക്തർ തിരഞ്ഞെടുക്കുന്ന പുണ്യപാതയാണ് കാനനപാത. എരുമേലി ശ്രീധർമ്മ ശാസ്താവിനെ തൊഴുത് പേരൂർ തോട് വഴി മുന്നേറുന്ന പരമ്പരാഗത കാനനപാദയാത്ര അഴുതാ നദി കടന്നാണ് തുടരുക. വനം പരിശുദ്ധമാക്കിയ അഴുതയുടെ തെളിനീരിൽ അയ്യപ്പന്മാരുടെ പുണ്യസ്നാനം. അഴുതയിൽ കുളിർന്ന ഒരു ഉരുളം കല്ല് കല്ലിടാംകുന്നിലേക്ക് കരുതിയാണ് അയ്യപ്പന്മാർ യാത്ര തിരിക്കുന്നത്. സംരക്ഷിത വനത്തിന്റെ കവാടത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യ അയ്യപ്പനെയും കാത്തു നിൽപ്പുണ്ടാകും. വനത്തിൽ ആദ്യ ചുവടുറപ്പിക്കും മുമ്പേ വിഘ്നവിനാശത്തിനായി നാളികേരം. അതിസങ്കീർണമായിരുന്ന ശബരിമല യാത്രയുടെ സ്മൃതിയാണ് ഇന്നും പരമ്പരാഗത കാനനപാത. അഗാധമായ ഭക്തിയാൽ ഇന്നും ഭക്തർ തെരഞ്ഞെടുക്കുന്ന പുണ്യപാത. അതിദുർഘടമായ ഘോരവനവും താണ്ടിയുള്ള യാത്ര കഠിനം തന്നെ. കാനനപാതയുടെ ഓരോ നിമ്നോന്നതകളും കയറിയിറങ്ങുന്ന ഓരോ അയ്യപ്പന്മാർക്ക് പ്രാപ്തമാകുന്ന നിർവൃതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ആത്മജ്ഞാനത്തിന്റെ പൊരുൾ തേടിയാണ് ഓരോ ശബരിമല യാത്രയെങ്കിലും അതിൽ ഏറ്റവും സവിശേഷമാണ് കാനനത്തിലൂടെയുള്ള ഈ യാത്ര. കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, മുക്കുഴി, കരിയിലാംതോട്, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം തുടങ്ങി കാടിന്റെ വന്യത മനുഷ്യനെ പരീക്ഷിക്കുന്ന ഇടങ്ങളാണ് ഇനി. മനസ്സിൽ അയ്യനുള്ളപ്പോൾ മറ്റെല്ലാം ദുരിതങ്ങൾക്കും അല്പായുസ്. ഇപ്പോൾ 3 വർഷം അടുപ്പിച്ചായിട്ട് കാനനപാത 2022, 2023, 2024 ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് നടന്നു വരുന്നത്. 10-ാം തീയതി ഇറങ്ങിയതാണ്. ഇന്ന് 16-ാം തീയതി. ഇന്ന് കരിമലയും നിരിമലയും കയറി ശബരിമല കയറി അയ്യപ്പനെ കണ്ട് തൊഴണം ആണ് ആഗ്രഹം. സ്വാമി ശരണം. സന്തോഷം തോന്നുന്നു. എന്താണ് അനുഭവം? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല അനുഭവം തന്നെ, കുഴപ്പമില്ല. ബുദ്ധിമുട്ടിലാണ് എത്തിയിട്ടാണ്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് നിലവിൽ അഴുതയിലൂടെയുള്ള പ്രവേശനം. തിരക്കും സുരക്ഷയും പരിഗണിച്ച് മാറ്റങ്ങളുണ്ടാകും. ഇവിടെ നിന്ന് പമ്പ വരെയുള്ള 18 കിലോമീറ്റർ ദൂരത്തിൽ 8 താവളങ്ങളിലായിട്ട് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്വാമിമാർ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ എലവൻ്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളുടെ സംഘം സുരക്ഷയ്ക്കുള്ള ആയുധങ്ങളുമായി മുന്നേ തന്നെ പോയി സുരക്ഷ ഒരുക്കിയിട്ട് സ്വാമിമാരെ കടത്തിവിടും. ഉച്ചയ്ക്ക് ശേഷം ഇതുവഴി കടന്നു പോകുന്ന സ്വാമിമാരെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ അവസാന സംഘത്തോടൊപ്പം സ്റ്റാഫുകൾ, സുരക്ഷാ സംഘം എത്തി സുരക്ഷിതമായി താവളങ്ങളിലെത്തിക്കും. മനസ്സും ശരീരവും മെരുക്കിയെടുക്കുന്ന കഠിനവ്രതത്തിന്റെ നാളുകളും അതിദുർഘടമായ ഘോരവനവും താണ്ടി അയ്യപ്പന്മാർ യാത്ര തുടരുന്നു. ശരീരത്തിന് ഊന്നുവടികളും മനസ്സിന് ശരണമന്ത്രങ്ങളും പരസ്പരം കരുത്തേയിക്കൊണ്ടാണ് ഓരോ അയ്യപ്പന്മാരും കാനനപാത താണ്ടുന്നത്. ഒടുവിൽ പൊന്നമ്പലത്തിൽ പൊന്നുതമ്പുരാനെ കണ്ടു വണങ്ങും വരെ ഈ ആവേശം ചോരാതെ നിൽക്കുന്നു. കാനനപാതയിൽ നിന്ന് ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.